ഇനി അതിരപ്പള്ളിയിലേക്കാണ്. അവിടെ ജനവാസ മേഖലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു കാട്ടാന ഇന്ന് രാവിലെയും ഇന്നലെ വൈകുന്നേരവും ഒക്കെ ആയിട്ടാണ് കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. ആളുകൾക്ക് നേരെ കാട്ടാന പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ ആളുകൾ തന്നെ പകർത്തിയിട്ടുണ്ട്. കാണാം. ലിഷോ വിവരങ്ങൾ വേണ്ട. ലിഷോ, ഇത് ഈ മേഖലയിലൊക്കെ പതിവ് കാഴ്ചയാണ്. ഇതാരാണ്? അവർക്ക് പരിചിതമായ ആനയാണോ? ആള് കാട് കയറിയോ? ഇന്ന് രാവിലെ ഇറങ്ങിയത് ഏഴാറ്റുമുഖം ഗണപതിയാണ്. ഇന്നലെ വൈകുന്നേരം അവിടെ പരിഭ്രാന്തി മറ്റൊരാനയും എത്തി പരിഭ്രാന്തി പരത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുകൾക്ക് നേരെയൊക്കെ പാഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്ലാന്റേഷൻ മേഖലയിൽ മാത്രമല്ല, പ്ലാന്റേഷൻ മേഖലയ്ക്ക് പുറത്ത് ഉള്ള ഇടത്തുകൂടി ഈ ജനവാസ മേഖലയിലേക്കൊക്കെ തന്നെ ഇറങ്ങുന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായി അവിടുത്തുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ രാത്രി 7 മണിയോടെ വെറ്റിലപ്പാറ ചിക്ലായിലാണ് മാധവി കോളനിക്ക് സമീപം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ആളുകൾക്ക് നേരെ പാഞ്ഞടിച്ചത്. ഇന്നിപ്പോൾ രാവിലെ പ്ലാന്റേഷൻ മേഖലയിൽ നിലയുറപ്പിച്ച ആന പിന്നീട് ജനവാസ മേഖലയിലേക്ക് കടക്കുകയും ചെയ്തു. വ്യാപകമായി ഈ മേഖലയിലൊക്കെ കൃഷിനാശമൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. പലതവണ ഈ ഫെൻസിങ് ജോലികളൊക്കെ തന്നെ പുരോഗമിക്കുന്നുണ്ടെങ്കിലും പലതവണ ആനകൾ തന്നെ അത് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നമായി നാട്ടുകാരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. കൃത്യമായ പരിപാലനമില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ശരി, ഈ മേഖലയിൽ ഏഴാറ്റുമുഖം ഗണപതി എന്നത് അവിടെ എല്ലാവർക്കും പരിചിതമായൊരു ആനയാണ് ഇന്ന് രാവിലെ ഇറങ്ങിയത്. ഇന്നലെ വൈകിട്ടും മറ്റൊരു കാട്ടാനയും ഇറങ്ങി. ആ മേഖലയിലാകെ പലപ്പോഴും ആളുകളുടെ വലിയൊരു ആശങ്കയായി നിൽക്കുന്ന കാര്യവും തന്നെയാണ് ഈ കാട്ടാനശല്യം. പക്ഷേ അത് പരിഹരിക്കാൻ ഒരുപാട് പരിമിതികൾ നമ്മുടെ വനവകുപ്പിന് മുമ്പിൽ ഉണ്ട് താനും.